ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും CSEB റാങ്കേഴ്സിലേക്ക് സ്വാഗതം. ഒക്ടോബർ 31 ജൂനിയർ ക്ലർക്ക് എക്സാമാണ്. എല്ലാവർക്കും അറിയാമല്ലോ, സിലബസ് പ്രകാരം 80 മാർക്കിനാണ് എക്സാം നടത്തുന്നത്. 50 മാർക്ക് സബ്ജക്റ്റാണ് കോർപ്പറേഷൻ ബാങ്കിങ്, ഓഡിറ്റിങ്, അക്കൗണ്ടൻസി. ബാക്കി 30 മാർക്ക് ജനറൽ നോളേജ്, മാത്സ്, ഇംഗ്ലീഷ്. ഈ 30 മാർക്ക് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ റാങ്ക് ലിസ്റ്റിൽ വരിക. അപ്പോൾ ഈ 30 മാർക്ക് പരമാവധി സ്കോർ ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ പുതിയതായിട്ട് എക്സാം എഴുതുന്ന ആൾക്കാർക്കൊക്കെ ഈ ജനറൽ നോളജിൻ്റെയും ഇംഗ്ലീഷിൻ്റെയൊക്കെ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ അതെന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടതെന്ന് ഇന്ന് നോക്കാം. ജനറൽ നോളജ് 10 മാർക്കിന് 20 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ എല്ലാവരുടെയും കയ്യിലുണ്ടാവില്ലേ LD ക്ലർക്കിൻ്റെയൊക്കെ റാങ്ക് ഫയൽ. അതെടുത്തിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾസ്, അമെൻമെൻറ്റ്സ് നോക്കണം. പ്രൈം മിനിസ്റ്റർ, പ്രസിഡൻറ്റ്, ഗവർണർ, അതൊക്കെ നോക്കണം. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസും സ്റ്റാറ്റ്യൂട്ടറി ബോഡീസും ഉണ്ടായിരിക്കും. ഈ ഇലക്ഷൻ കമ്മീഷൻ, വനിതാ കമ്മീഷൻ, അങ്ങനെയുള്ള അതെല്ലാം കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കണം. പിന്നെ സയൻസ് പാർട്ടാണ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ഇതിൽ നിന്ന് എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കാറുള്ളതാണ്. എല്ലാ പരീക്ഷയ്ക്കും ഉണ്ടാവും സയൻസ് പാർട്ടിൽ നിന്നുള്ള ചോദ്യങ്ങൾ. ഇപ്പോൾ ഫിസിക്സിലാണെങ്കിൽ തന്നെ അളവുകൾ, യൂണിറ്റുകൾ, ഉപകരണങ്ങൾ, കണ്ടുപിടുത്തങ്ങളൊക്കെ മസ്റ്റായിട്ട് പഠിച്ചു വയ്ക്കണം. കെമിസ്ട്രിയും ബയോളജിയും എല്ലാം ഫുള്ള് നോക്കാൻ പറ്റുമെങ്കിൽ ഫുള്ള് നോക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ കേരള ജോഗ്രഫി ഫുള്ള് നോക്കണം. ഇപ്പോൾ നദികൾ, പിന്നെ നമ്മുടെ വൈദ്യുത നിലയങ്ങൾ, പിന്നെ കായലുകൾ, അങ്ങനെ എല്ലാം ചോദിക്കാറുണ്ട്. അപ്പോൾ കേരള ജോഗ്രഫി ഫുള്ള് നോക്കുക. ഇന്ത്യൻ ജോഗ്രഫി ഫുള്ള് നോക്കണം. പിന്നെ കറണ്ട് അഫെയർസിൽ സ്പോർട്സ് നോക്കണം. എനിക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാകാറുണ്ട് സ്പോർട്സ്. അതുപോലെ തന്നെ അവാർഡുകൾ, നാഷണൽ അവാർഡുകളായാലും സ്റ്റേറ്റ് അവാർഡുകളായി നോക്കണം. എഴുത്തച്ഛൻ പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം, വയലാർ അവാർഡുകൾ, ഓസ്കാർ, അങ്ങനെ എല്ലാം നോക്കുക. പിന്നെ ഓരോരോ പൊസിഷനിലുള്ള ആളുകൾ, ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷണർ ആരാണ്, CAG ആരാണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ വരാറുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി വയ്ക്കുക. പിന്നെ ഇന്ത്യ, കേരളം, പൊതുവായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഇന്ത്യ തന്നെ എടുത്താൽ, ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതാണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ വരും. അപ്പോൾ ഏറ്റവും നീളം കൂടിയ ഏത്, ഏറ്റവും നീളം കുറഞ്ഞത് ഏത്, ചെറുതേത്, വലുതേത്, ആദ്യത്തേത്, അവസാനത്തേത്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, അത് നോക്കി വയ്ക്കുക. അതുപോലെ തന്നെ സംസ്ഥാനങ്ങൾ, അവരുടെ നൃത്തരൂപങ്ങളും നോക്കി വയ്ക്കുക. പിന്നെ കേരളത്തിൽ ഇത് തന്നെ ഏറ്റവും അവസാന രൂപം കൊണ്ട ജില്ല, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ ആയിരിക്കും. അപ്പോൾ അത് നോക്കി വയ്ക്കുക. ആദ്യത്തേത്, അവസാനത്തേത്, കുറഞ്ഞതേത്, കൂടിയതേത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി വയ്ക്കുക. പിന്നെ ഡേയ്സ്, പരിസ്ഥിതി ദിനം, മനുഷ്യാവകാശ ദിനം, അങ്ങനെയുള്ള ദിനങ്ങളൊക്കെ നോക്കി വയ്ക്കണം. പിന്നെ കേരള നവോത്ഥാനം, അത് നോക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. GKയിൽ നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ മസ്റ്റായിട്ട് ഇത്രയും കാര്യങ്ങൾ എന്തായാലും നോക്കിയിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാനായിട്ട്. ഇംഗ്ലീഷും 10 മാർക്കിന് 20 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ടെൻസ്, കോൺകോഡ്, ഇതെന്തായാലും പഠിച്ചു വയ്ക്കണം. കാരണം വെർബ് ചൂസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ടെൻസും കോൺകോഡും കറക്റ്റായിട്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ വെർബ് കറക്റ്റായിട്ട് എഴുതാൻ സാധിക്കത്തുള്ളൂ. പിന്നെ ക്വസ്റ്റ്യൻ ടാഗ് ചോദിക്കാറുണ്ട്, ആർട്ടിക്കിള്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. പ്രിപ്പോസിഷൻ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവത്തില്ല CSEB എക്സാമിന്. അപ്പോൾ പ്രിപ്പോസിഷൻ എന്തായാലും പഠിച്ചു വെച്ചിരിക്കണം. പ്രിപ്പോസിഷൻ അതിപ്പോൾ ഓരോ വേർഡിനായിട്ടും കൂട്ടി ചേർക്കേണ്ട പ്രിപ്പോസിഷൻ ഉണ്ടാവും. നമ്മൾ ഇപ്പോൾ ഒരു ടെക്സ്റ്റ് ബുക്സ് എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. അങ്ങനെയുള്ള കാണാതെ പഠിച്ചു വയ്ക്കേണ്ട പ്രിപ്പോസിഷൻസ് ഉണ്ടാവും. അതൊക്കെ പഠിച്ചു വയ്ക്കണം. ഒരു LD ക്ലർക്കിന് എന്തൊക്കെയാണോ ഇംഗ്ലീഷ് നോക്കേണ്ട അത് നോക്കിയിട്ട് പോകുന്നത് തന്നെയാണ് ബെറ്റർ. പിന്നെ സിനോണിംസ്, അനോണിംസ്, അത് കാണാതെ പഠിച്ചു വെക്കുകയെന്ന് വെച്ചാൽ ഭയങ്കര പാടായിട്ടുള്ള കാര്യമാണ്, മൊത്തം പഠിക്കുക എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ CSEBയുടെയും LD ക്ലർക്ക് അങ്ങനെയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് അതിൽ ചോദിച്ചിട്ടുള്ള സിനോണിംസും അനോണിംസും പഠിച്ചു വയ്ക്കണം. പിന്നെ അതിൻ്റെ ഓപ്ഷനിലുള്ള വേർഡുകളുണ്ടല്ലോ, അതിൻ്റെ സിനോണിംസും അനോണിംസും ഒക്കെ പഠിച്ചു വയ്ക്കാൻ ശ്രമിക്കുക. പിന്നെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ്, അത് ചോദിക്കാറുണ്ട്. സ്പെല്ലിങ് ചോദിക്കാറുണ്ട്. സ്പെല്ലിംഗ് ഒന്നും ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാകത്തില്ല. സ്പെല്ലിങ്, കളക്റ്റീവ് നോണ്, ആനിമൽ സൗണ്ട്, അതുപോലെ തന്നെ ജെൻഡർ ഓഫ് നൗൺസ്, അതൊക്കെ നോക്കി വെച്ചിട്ട് വേണം പോകാനായിട്ട്. കാരണം ഇംഗ്ലീഷും ജനറൽ നോളജും മാത്സും ഒക്കെ നമ്മൾ സ്കോർ ചെയ്താൽ മാത്രമേ നമുക്ക് ലിസ്റ്റിൽ വരാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ പരമാവധി ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഇപ്പോൾ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിന് വേണ്ടിയിട്ടൊക്കെ എല്ലാവരും സബ്ജക്റ്റൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും ഇത് 3 വേണം ഇപ്പോൾ ഇനി കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. മാത്സും 10 മാർക്കിന് 20 ക്വസ്റ്റ്യൻസ്.
മാത്സിൽ സീരീസ് ചിലപ്പോൾ ഒരു 10 എണ്ണമൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ സീരീസ് കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കണം. അതായത് നമ്പർ സീരീസും ആൽഫബറ്റിക് സീരീസും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് ഹോളിലിരിക്കുമ്പോഴത്തേക്കും കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാം ചെയ്ത് പഠിക്കണം. സീരീസ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണം. പിന്നെ കോഡിങ് ഡീകോഡിങ് ചോദിക്കും. ബ്ലഡ് റിലേഷന്, ഓഡ് വണ്ണൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ടാണ്. കലണ്ടർ ചോദിക്കാറുണ്ട്. ഇൻട്രസ്റ്റ്, ടൈം ആൻഡ് വർക്ക് എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. ഡയറക്ഷൻ ചോദിക്കാറുണ്ട് എപ്പോഴും. ടൈം, ഡിസ്റ്റൻസ്, സ്പീഡ് അത് ചോദിക്കാറുണ്ട്. പിക്ചർ ക്വസ്റ്റ്യൻ അത് എപ്പോഴും ചോദിക്കാറുണ്ട്. മിക്ക ആളുകൾക്കും തെറ്റാറുള്ളതുമാണ്. അത് നമ്മളിപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ട് മറ്റേ ഈ IBPS എക്സാമൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസൊക്കെ ആയിരിക്കും പിക്ചർ ക്വസ്റ്റ്യൻസൊക്കെ. പിന്നെ ഏജ്, ഫ്രാക്ഷൻസ്, ഭിന്നസംഖ്യകൾ നോക്കണം. ഭിന്നസംഖ്യകൾ കൂട്ടാനും കുറക്കാനൊക്കെ മിക്കവാറും ചോദിക്കാറുണ്ട്. ഡെസിമൽ ചോദിക്കണം, ദശാംശ സംഖ്യകൾ അത് നോക്കണം. ക്ലോക്കൊക്കെ സിമ്പിളാണ്, എല്ലാവർക്കും അറിയാൻ പറ്റും. പിന്നെ ട്രെയിന്, പേഴ്സൻറ്റേജ്, സീറ്റ് അറേഞ്ച്മെൻറ്റ് മിക്കപ്പോഴും ചോദിക്കാറുണ്ട്. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഇത്ര എന്തായാലും നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചിട്ട് പോയാൽ ഉറപ്പാണ് നിങ്ങൾക്ക് ഈ 30 മാർക്കിൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പരീക്ഷ എഴുതുക. ഓക്കെ, താങ്ക് യു.